നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസിൽ ഒറ്റപ്പെടുകയാണോ? അതെ എന്നാണ് പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന ശക്തമായ സൂചനകൾ. കഴിഞ്ഞ രാഷ്ട്രീയ കാര്യസമിതി യോഗം ചേർന്നപ്പോൾ പാർട്ടി നേതാക്കളെല്ലാം വി ഡി സതീശനെതിരെ അണിനിരക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കെ സി വേണുഗോപാലിൻ്റെയും കെ സുധാകരൻ്റെയും പിന്തുണയോടെയാണ് പാർട്ടി നേതാക്കൾ വി ഡി സതീശനെതിരെ ആഞ്ഞടിച്ചത്. എ പി അനിൽകുമാറിനെ പോലെ ഒരു സീനിയർ നേതാവ് വി ഡി സതീശനോട് പരസ്യമായി കയർക്കണമെങ്കിൽ അതിനു പിന്നിൽ മറ്റാരൊക്കെയോ ഉണ്ടെന്ന സൂചനകളാണ് കോൺഗ്രസിൽ നിന്നും ലഭിക്കുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി ജയിപ്പിച്ചത് വി ഡി സതീശനും ഷാഫി പറമ്പിലും കൂടിയായിരുന്നു. പാലക്കാട് അന്ന് കോൺഗ്രസ് സീനിയർ നേതാക്കൾ മനസ്സിൽ കണ്ട പേര് കെ മുരളീധരൻ്റേതായിരുന്നു. എന്നാൽ കെ മുരളീധരന് സ്ഥാനാർത്ഥിത്വം നൽകാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയതും വിജയിപ്പിച്ചതും. ഇതോടെ വി ഡി സതീശന് പാർട്ടിയിൽ എതിരാളികൾ ഏറുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ കാര്യസമിതി യോഗം ചേർന്നപ്പോൾ ഇത് ഏതാണ്ട് പൂർണ്ണമായും വ്യക്തമായി. വി ഡി സതീശൻ സ്വന്തം ഇഷ്ടപ്രകാരം നീങ്ങുന്നതിനെതിരെ പാർട്ടിയിൽ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. വി ഡി സതീശൻ പാർട്ടി പിടിച്ചെടുക്കുമോ എന്നുള്ള ഭയം പോലും പല സീനിയർ നേതാക്കൾക്കുമുണ്ട്. മാത്രമല്ല, ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധിയായ കെ സി വേണുഗോപാൽ ആകട്ടെ ഇപ്പോൾ പൂർണ്ണമായും സതീശന് എതിരാണ്. കെ സുധാകരനടക്കമുള്ള പല നേതാക്കളും ഇപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ കൈകളിലാണ്. വേണുഗോപാൽ തീരുമാനിക്കുന്നതനുസരിച്ച് മാത്രമേ കോൺഗ്രസ് പാർട്ടിയിലെ ഭൂരിഭാഗം നേതാക്കളും ചലിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വേണുഗോപാൽ എന്താഗ്രഹിക്കുന്നതോ അത് കെ പി സി സിയിലും പാർട്ടിയിലും നടക്കും എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. കെ സി വേണുഗോപാൽ ആകട്ടെ വി ഡി സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിൽ യാതൊരു താല്പര്യവും ഇല്ലാത്തയാളാണ്. രമേശ് ചെന്നിത്തലയാണ് വേണുഗോപാലിൻ്റെ മനസ്സിലുള്ള യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. വി ഡി സതീശന് ഇനിയൊരു ടേം നൽകാമെന്നും ഈ ടേം രമേശ് ചെന്നിത്തല വരട്ടെ എന്നുമാണ് കെ സി വേണുഗോപാലിൻ്റെ മനസ്സിലിരിപ്പ്. കെ സി വേണുഗോപാലിൻ്റെ മനസ്സിലിരിപ്പ് എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഹൈക്കമാൻഡിൻ്റെ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ മനസ്സിലിരിപ്പ് എന്ന് തന്നെയാണ് അർത്ഥം. ഇതാണ് വി ഡി സതീശനെ ചൊടിപ്പിച്ചത്. വി ഡി സതീശനാകട്ടെ വരുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് ചില നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം ചില പ്ലാനുകളും പദ്ധതികളും സ്വന്തമായിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അത് നടപ്പിലാക്കാനുള്ള നീക്കവുമാണ് നടത്തുന്നത്. എന്നാൽ ഇത് മുൻകൂട്ടി കണ്ടറിഞ്ഞാണ് പല നേതാക്കളും സതീശനെതിരെ തിരികെയും സതീശൻ പ്ലാൻ നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്നതും. 62 സീറ്റുകൾ കോൺഗ്രസിന് വരുന്ന നിയമസഭയിൽ വേണമെന്നും അതിനുള്ള പ്ലാനാണ് താൻ മുന്നോട്ട് വയ്ക്കുന്നതെന്നും വി ഡി സതീശൻ രാഷ്ട്രീയ കാര്യസമിതിയിൽ പറഞ്ഞപ്പോൾ നിങ്ങളാരാണ് പ്ലാൻ ഉണ്ടാക്കാൻ എന്ന മറുചോദ്യമാണ് കെ സി വേണുഗോപാലിൻ്റെ വിശ്വസ്തനായ മുൻമന്ത്രി എ പി അനിൽകുമാർ മുന്നോട്ട് വച്ചത്. ഇതോടെ രാഷ്ട്രീയ കാര്യസമിതി ബഹളമയമായി. സതീശന് പൂർണ്ണമായും പ്രസംഗിക്കാൻ കഴിയാതെ, തൻ്റെ പ്രസംഗം മുഴുവിപ്പിക്കാൻ കഴിയാതെ ഇരിക്കേണ്ടി വന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായി. സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവാണ്. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവാണ് യു ഡി എഫിൻ്റെ ചെയർമാൻ. യു ഡി എഫിൻ്റെ ചെയർമാന് കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി നേതാവിന് പ്രസംഗിക്കാൻ കഴിയാതെ പകുതി വെച്ച് പ്രസംഗം നിർത്തി രാഷ്ട്രീയകാര്യ സമിതിയിൽ ഇരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതാണ്. എ ഐ സി സിയുടെ പ്രതിനിധിയായി പങ്കെടുത്ത അല്ലെങ്കിൽ എ ഐ സി സിയുടെ കേരളത്തിലെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും ഈ തമ്മിലടിയെക്കുറിച്ച് വളരെ രൂക്ഷമായാണ് പ്രതികരിച്ചത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ വി ഡി സതീശൻ ഒരു ഭാഗത്തും കോൺഗ്രസ് പാർട്ടി മറ്റൊരു ഭാഗത്തും എന്നുള്ള രീതിയിലുള്ള ഒരു ധ്രുവീകരണം ഉണ്ടായിക്കഴിഞ്ഞു. സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഈ മനസ്ഥിതിയെ, ഈ മനോഭാവത്തെ കെ സി വേണുഗോപാൽ നന്നായി ചൂഷണം ചെയ്യുന്നുമുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ കെ സി വേണുഗോപാൽ പറയുന്നതിനപ്പുറം കേരളത്തിലെ ഒരു നേതാവിനും പോവുക വയ്യ എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ വി ഡി സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്താനുള്ള, അല്ലെങ്കിൽ അദ്ദേഹം
മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഒരു പ്രധാന കണ്ടൻഡർ, ഒരു പോരാളിയാകാനുള്ള എല്ലാ സാധ്യതയും അടയ്ക്കുക എന്നതാണ് കെ.സി. വേണുഗോപാലിൻ്റെയും കെ. സുധാകരൻ്റെയും ഒക്കെ തന്ത്രം. ഇവർ രണ്ടുപേരിലെയും മനസ്സിലുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി രമേശ് ചെന്നിത്തലയാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിലെ സ്വാധീനം ഉപയോഗിച്ച് വി.ഡി. സതീശനെ അനുകൂലീകരിക്കാൻ ഒരു മൂലക്കിരുത്താനാണ് കെ.സി. വേണുഗോപാൽ ശ്രമിക്കുന്നത്. കെ.സി. വേണുഗോപാലിൻ്റെ ഈ ശ്രമത്തിനൊപ്പമാണ് പാർട്ടിയിലെ ഭൂരിഭാഗം നേതാക്കളുമെന്നതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം.